വെൽക്കം ടു JK ട്രാവൽ ബ്ലോഗ്സ് 25. നമ്മൾ ഇതുപോലെ മുഖം കാണിച്ചുള്ള വീഡിയോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള ചെറിയ ചെറിയ വീഡിയോസ് എൻ്റെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഞാൻ ട്രാവൽ പരമായിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അന്നേരം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കാണ്. അന്നേരം വീഡിയോസൊക്കെ കണ്ട് എന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള എൻട്രൻസ് വരുന്നത്. ഇതിൻ്റെ ഇടത് സൈഡിലായിട്ടാണ് ഇവിടത്തേക്ക് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ ഒരാൾക്ക് 60 രൂപയാണ് ഒരാളുടെ എൻട്രി ഫീസ്. ഇവിടുത്തെ ടിക്കറ്റ് ടൈം വരുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. എൻട്രൻസിൻ്റെയൊക്കെ അവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിലോട്ട് നമുക്കൊരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. എൻട്രൻസിനൊക്കെ വെളിയിൽ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയൊരു വ്യൂ ആണിത്. അന്നേരം അതിൻ്റെ മുന്നിൽ ചെന്ന് നിന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വീഡിയോയിൽ നിങ്ങൾ ആദ്യം കണ്ടതുപോലെ 260 രൂപ ബഡ്ജറ്റ് നമ്മളിതിനകത്ത് കണക്കാക്കുന്നത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ചാലക്കുടി ബസ് സ്റ്റാൻഡിലോട്ട് 60 രൂപയുടെ ഓട്ടോ കാശ് വരുന്നുണ്ട്. നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആതിരപ്പള്ളിയിലോട്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൂടിയിരുന്ന ബസ്സുണ്ട്. ബസ് ചാർജ് വരുന്നത് വെറും 40 രൂപയാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് 60 രൂപയും എനിക്ക് ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് പോയതും എല്ലാം കൂട്ടി 260 രൂപയാണ് എനിക്ക് ചിലവായത്. നമ്മൾ രാവിലെ 8 മണിക്ക് തന്നെ വന്നതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നല്ലോണം വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ സാധിച്ചു. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത്. വാഴച്ചാലും ആതിരപ്പള്ളി എല്ലാം ചാലക്കുടി പുഴ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളിപ്പം കണ്ടത് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗമാണ്. ഇനി നമുക്ക് ഈ വെള്ളം വന്ന് പതിക്കുന്നൊരു ഭാഗമുണ്ട്, അവിടെ താഴ്ഭാഗത്തേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങൾക്കൊരു നഷ്ടവും വരാനില്ല. താഴെ വെള്ളം വന്ന് ചാടുന്ന ശബ്ദം നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിലെ വേലിയും നടക്കുന്ന ഈ നടപ്പാതയൊക്കെ നല്ലതായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നടന്നു പോകുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലേ വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ കുരങ്ങുകളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഭക്ഷണവും വെള്ളമൊക്കെ കൊണ്ടുപോകാൻ സൂക്ഷിക്കണം. അത് നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അത്രയും തണുപ്പൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഇച്ചിരിയുടെ മേളിൽ കയറി വന്നിട്ട് ഇപ്പോൾ ഇവരുടെ തന്നെ ഒരു 10 രൂപയുടെ ചുക്ക് കാപ്പിയൊക്കെ മേടിച്ച് കുടിച്ചു. അന്നേരം എന്തൊരു ആശ്വാസമായിരുന്നു അറിയും. എന്നിട്ട് ഇതുപോലെ നമുക്കിവിടെ ഒന്ന് വിശ്രമിക്കാനൊക്കെ ഉള്ള ഇടമുണ്ട്. നാച്ചുറലായിട്ടെല്ലാം പണിഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ. നിങ്ങൾക്ക് പിന്നെ ഈ ആതിരപ്പള്ളിയിൽ നിന്ന് ഒരു 5 കിലോമീറ്ററോടെ പോയാൽ വാഴച്ചാലും കണ്ടേച്ച് വരാൻ പറ്റും. ഞാൻ തൽക്കാലം വാഴച്ചാൽ പോകുന്നില്ല ഇന്ന്. കാരണം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഞാൻ മലക്കപ്പാറ റൂട്ടൊന്ന് പോയപ്പോൾ വാഴച്ചാല കണ്ടയാണ്. അന്ന് ആതിരപ്പള്ളിയിൽ ഇതുപോലെ വന്ന് കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പിന്നെ പ്രത്യേകം ആതിരപ്പള്ളി വന്നത്.
മലക്കപ്പാറ ആതിരപ്പള്ളി ആ റൂട്ട് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് റൂട്ടുകളിലൊന്നാണ്. നിങ്ങൾക്ക് പിന്നെ മലക്കപ്പാറ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ KSRTC സർവീസ് ഉണ്ട് ചാലക്കുടിയിൽ നിന്നൊക്കെ മലക്കപ്പാറയ്ക്ക്. അങ്ങനെ നിങ്ങൾ പോകുകയാണെങ്കിൽ ഇച്ചിരി രാവിലെ പോകണം. മാക്സിമം ഇച്ചിരി രാവിലെ പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും, നല്ല റൂട്ടാണ്.